ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 14 ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഒരുപാട് കല്യാണങ്ങളുള്ള ഒരു ദിവസമാണ് ഇന്ന്. ലാസ്റ്റ് മുഹൂർത്തമാണെന്നാണ് അത് കേട്ടത്. അപ്പം നമുക്ക് തന്നെ 3 കല്യാണമുണ്ട്. എല്ലായിടത്തും ഓടി എത്താൻ പറ്റുമോ എന്ന് അറിയാൻ വയ്യ. വകയാർ വെച്ചാണ് കല്യാണം. കോന്നി പത്തനാപുരത്തിൻ്റെ ഇടയ്ക്കായിട്ട് വരും. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ രാവിലെ ഒരു 8:30-ക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. മുല്ലപ്പൂ വാങ്ങിക്കാത്തത് കൊണ്ട് പള്ളിമുക്കി വന്ന് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് കൊട്ടാരക്കര കഴിഞ്ഞപ്പോൾ ഒരു പൊരിപ്പാടെ കയറി പൊരിപ്പും കഴിച്ചിട്ട് നമ്മൾ പോവാണ്. ഹോട്ടലിൽ കയറി കഴിക്കാൻ നിന്നാൽ ഒരുപാട് സമയം പോകും. അവിടെ എത്താൻ താമസിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി ഒതുക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് നേരെ അവിടെ എത്തി. ഓഡിറ്റോറിയം എത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ വരവേൽക്കാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അകത്തോട്ട് പോയി. ഇത് മൊത്തം അമ്മയുടെ ആൾക്കാരാണ്. അമ്മയുടെ വീട്ടിലുള്ള അവിടെ ഉള്ള ആൾക്കാരെല്ലാമാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് അമ്മയുടെ അച്ഛനാണ്, അച്ചാച്ചനാണെങ്കിൽ ശ്രീമോനെ കണ്ടപ്പോഴേ എടുത്തു. അപ്പോഴത്തെ അതിൻ്റെ കരച്ചിലാണ്. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കയ്യിലല്ലാതെ വേറെ ആരുടെയും കയ്യിൽ അവൻ ഇരിക്കത്തില്ല. ഇത് അമ്മയുടെ ഉപ്പാപ്പനാണ്. അപ്പോൾ എല്ലാവരെയും കണ്ട് ഞാൻ ഹാജർ വെക്കുവാണ്. ഇവരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലൊക്കെ എല്ലാവരെയും കാണുന്നത്. അങ്ങനെ എല്ലാവരുടെയും അടുത്ത് ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നെ കണ്ടിട്ട് എല്ലാവർക്കൊന്നും മനസ്സിലായിട്ടുമില്ല. വണ്ണവും വെച്ച് നീളവും വെച്ച് നീളം അന്നൊന്നുമല്ല ഒരുപോലെ തന്നെ. വണ്ണമൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഷേപ്പ് മാറിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത് അമ്മച്ചിയുടെ ചേച്ചിയാണ്. അപ്പം എല്ലാവരോടും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന മിടുക്കിക്കുട്ടി മിഴിയാണ്. മിഴിക്ക് എന്നെ അറിയാം, പക്ഷെ ചോദിച്ചപ്പോൾ പറഞ്ഞ് അറിയത്തില്ലെന്ന്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചെന്താ കൊച്ചിൻ്റെ അടുത്ത് എന്നെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾക്കറിയാം, അമ്മയുടെ കസിനാണെന്ന് പറഞ്ഞാൽ മതി, അവൾക്ക് അറിയാം, അവൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണ്, പിള്ളേരുടെ വീഡിയോസൊക്കെയാണ് കൂടുതൽ കാണുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നേ. അങ്ങനെ എന്നോട് പറയുക, നിൻ്റെ മക്കളെ എങ്ങ് വിളിക്ക് താലപ്പൊലി എടുക്കാനെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ആൺപിള്ളേർ 2 ഉള്ളത്, അതിനെയും കൊണ്ട് താലപ്പൊലി എടുപ്പിക്കണമെന്ന് വെച്ചാൽ അതിനെന്തോ ആണും പെണ്ണോന്നൊന്നുമില്ല, താലപ്പൊലിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളെയും വിളിച്ചുകൊണ്ട് പോയി. അവരെ ചെറുക്കനെ സ്വീകരിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പെണ്ണിനെ കാണാൻ വേണ്ടി കയറി വന്നേ. അപ്പോഴത്തേക്ക് എന്നെയും വിളിച്ച് ഇവരുടെ കൂട്ടത്തിൽ നിർത്തി ഞാനും മായും എല്ലാവരും കൂടെ ചെറുക്കനെ സ്വീകരിക്കാൻ പോകാനെ കൊണ്ട് നിൽക്കുവാണ്. മേളിലോട്ട് കയറി വന്നു. 2ാമത്തെ നിലയിലായിരുന്നു കേട്ടോ കല്യാണം. അവിടെയാണ് പെണ്ണും ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഇവൾ എവിടെ നിൽക്കുന്നതെന്നൊന്നും കണ്ടില്ല. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാനും മായും കൂടെ തപ്പി കയറിപ്പോയതാണ്. അപ്പോൾ ആ കണ്ടത് മാമിയാണ്, മാമൻ്റെ വൈഫാണ്. പുറകെ വന്നത് ഉണ്ണി മാമൻ്റെ മോനാണ്. അപ്പം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ നല്ലതായിട്ട് നീ എൻ്റെ വീഡിയോ എടുത്തോണം, ക്ലിയർ ആയിട്ട് കിട്ടണമെന്നൊക്കെ പറഞ്ഞ് മാമി കളിയാക്കിക്കൊണ്ടാണ് അങ്ങോട്ട് നടന്നു പോയത്. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ താഴെ തന്നെ വന്നു. ചെറുക്കനെ വരവേൽക്കാൻ വേണ്ടി വന്നതാണ്. അളിയൻ ചെറുക്കൻ്റെ കാലും കഴുകി കുറിയും തൊട്ട് മാലയൊക്കെ ഇട്ട് കൊടുത്ത് സ്വീകരിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവരെ ഒന്നും നമുക്കൊരു പരിചയവും ഇല്ല. ഫോട്ടോയിൽ ചേട്ടനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒന്നും അറിയത്തില്ല. ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ട് വർഷങ്ങളായി. അവൾ കല്യാണം പറയാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഓണത്തിനായിരുന്നു കേട്ടോ നിശ്ചയം. അപ്പോൾ നിശ്ചയത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് ഞങ്ങൾ ടൂറിലായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ കല്യാണത്തിന് ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചെറുക്കനെയൊക്കെ വരവേറ്റ് നമ്മൾ മുകളിലോട്ട് കയറി പോവാണ്. അപ്പോൾ ഞാനും മായും കൂടെ ഞാൻ പറഞ്ഞു നമുക്ക് വേഗം പോയി അവളെ അങ്ങ് കാണാൻ, ഇതുവരെ കണ്ടില്ലല്ലോ, പിന്നെ തിരക്കായിരിക്കും എന്നും പറഞ്ഞ് ഞാനും മായോടെ അവളെ കാണാൻ പോവാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരുങ്ങി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 51 ദിവസമായിട്ടുള്ളായിരുന്നു അന്ന് കേട്ടോ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ കുഞ്ഞിനെയൊക്കെ പിടിച്ച് അവിടെ നിൽക്കുക. ഒരുപാട് നടക്കാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല, റെസ്റ്റ് എടുക്കേണ്ട സമയമാണല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്കും അങ്ങ് പോകാമെന്ന് പറഞ്ഞു. അവിടെ ചൂടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ശ്രീമോനും ഏട്ടൻ്റെ കയ്യിലാണല്ലോ. അങ്ങനെ എടുത്ത ഫോട്ടോസാണ് ഇതെല്ലാം. ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയി ഒരു സ്ഥലം നോക്കി അങ്ങ് ഇരുന്നു. അപ്പോൾ ഏട്ടനെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, സ്ഥലമുണ്ട്, ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പിള്ളേരുമായിട്ട് അങ്ങ് വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോ ആണല്ലോ മുഖ്യം. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഒരു റെഡ് ഇട്ടേക്കുന്ന ഒരു കുട്ടിയെ കണ്ട. അപ്പോൾ അവളെ കണ്ടിട്ട് ശ്രീമോൻ ഇറങ്ങി അവിടെ അടുത്ത് പോവുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ വിളിച്ച് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ കല്യാണത്തിന് സമയമായിട്ടുണ്ടായിരുന്നു. പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ അതിനും ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീമോന് ബഹളമാണ്, അതുകൊണ്ട് വരുന്നില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പോയില്ല ഇതിന് കൂടെ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ കല്യാണത്തിന് രേഷ്മ ചേച്ചിയൊക്കെ താലപ്പൊലി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ചേച്ചി. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു ചേച്ചിയുടെ കല്യാണം. അപ്പോൾ ചേച്ചിയുടെ 2ാമത്തെ കുഞ്ഞാണ് കേട്ടോ. ആദ്യം നമ്മൾ കണ്ടില്ലേ മിഴിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, റോസ് ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നത്. ഇനിയും നമ്മൾ കാണിക്കാം കേട്ടോ മിഴിയെ. അപ്പം ആദ്യം ഞാൻ പറഞ്ഞില്ല, അന്നേരമൊക്കെ മനസ്സിലായില്ല. ആദ്യം ഞാൻ ചോദിച്ചു എന്നെ അറിയാമെന്ന് ചോദിച്ചു, അറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി പറഞ്ഞത് പ്രകാരം ഞാൻ പിന്നെ അവളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയുടെ കസിനെ അറിയത്തില്ലേ, യൂട്യൂബിൽ വാവമാരുടെ വീഡിയോ കണ്ടിട്ടില്ലേന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പം മനസ്സിലായി, എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ കല്യാണമൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പം ചൂടാണ്, ഭയങ്കര സൈഡിലാണ് നമ്മൾ ഇരുന്നത്, ഫാൻ ഉള്ള ഭാഗത്ത് ഇരുന്നില്ല. അതുകൊണ്ട് ശ്രീമോനെല്ലാം ബഹളമായിരുന്നു, നമുക്ക് പോലും സഹിക്കുന്നില്ല, അതുപോലെ ചൂടായിരുന്നു കേട്ടോ.
അങ്ങനെ പിന്നെ കല്യാണമൊക്കെ കണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചാടി താഴെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാനായിട്ട്. ചൂട് സഹിക്കാൻ വയ്യ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുപോലെ ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ താഴെ പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ. കാശി രാവിലെ കഴിച്ചില്ല, കാശി ഉറക്കമായിരുന്നു നമ്മൾ കഴിക്കാൻ കയറിയപ്പം. അങ്ങനെ അവന് വിശക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് ഞാനും പിള്ളേരും കൂടെ അങ്ങ് ഇരുന്ന്, ഏട്ടൻ ഇരുന്നില്ല, ഏട്ടൻ പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ശ്രീമോനും കാശിക്കും ഒക്കെ വാരി കൊടുത്ത് ഞാനും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടനും മായും എല്ലാം കൂടെയാണ് കഴിക്കാൻ കയറിയത്. പിന്നെ അവൾ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. അവർ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ വെളിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾ പോയിട്ട് നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞു. നല്ല വാതിലൂടെ പോകാനാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി ഓടി എത്തത്തില്ല, നമ്മൾ വേറെ 2 കല്യാണം കൂടെ ഉണ്ടല്ലോ, അപ്പോൾ രണ്ടിടത്തും പോക്ക് നടക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് അവൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇതെല്ലാം അമ്മയുടെ കസിൻസാണ് അവിടെ ഇരുന്നതെല്ലാം. അങ്ങനെ അവൾ പോകാൻ വന്ന് ഇറങ്ങി നമ്മളോടെല്ലാം യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോൾ ശ്രീമോനെ എടുത്തു. ശ്രീമോൻ്റെ സ്വഭാവം അറിയാമല്ലോ, ശ്രീമോൻ ആരുടെയും കൈ പോത്തില്ല. അങ്ങനെ പിന്നെ ഏട്ടൻ തന്നെ തിരിച്ചങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ കുഞ്ഞുങ്ങൾക്കൊക്കെ യാത്ര പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിട്ടെല്ലാം ഇറങ്ങി പോവുകയാണ്. ഞാൻ കരയുന്നില്ലേന്ന് ചോദിച്ചാൽ പുറകെ നടന്ന് അവളെ കരയിക്കാൻ നോക്കുവാണ്. അന്നേരം അവൾ പറഞ്ഞു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കരച്ചിലുണ്ടായിരുന്നു, അത് നീ കണ്ടില്ല. ഞാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ കരയാൻ, അതാകുമ്പോൾ ഞാനതൊക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ. അങ്ങനെ മിഴിയെ വിളിച്ച് മിഴി ഇങ്ങനെ അങ്ങ് പാറിപ്പറന്ന് നടക്കുവാണ്. അങ്ങനെ അവളെ ഇറങ്ങി വന്നു. അങ്ങനെ ഇവർ പോകാൻ വേണ്ടിയിട്ടെല്ലാം വെളിയിൽ നിൽക്കുക. അന്നേരവും ഞാൻ ഓർക്കുന്നു ഒന്നെങ്കിൽ അവിടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വന്നൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അവളൊന്ന് കരയുമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അവൾ കരഞ്ഞില്ല കേട്ടോ. അവളെന്നല്ല, ഞാനും എൻ്റെ കല്യാണത്തിന് കരഞ്ഞിട്ടില്ലായിരുന്നു. രാവിലെയും തലേന്നും ഒക്കെ ആയിട്ട് നല്ല പൂര കരച്ചിലായിരുന്നെങ്കിലും പോകാൻ സമയമായപ്പോൾ ഞാൻ കരഞ്ഞില്ല. ഞാൻ കരയാതെ തന്നെ നിന്ന് പോകുന്നത്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അമ്മയൊക്കെ തിരിച്ചു പോയപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് പോകുന്നപ്പോൾ ഞാൻ കരഞ്ഞതേ ഇല്ല. അതിന് എല്ലാവരും ചോദിച്ചു നീ കരഞ്ഞില്ലല്ലോ, എന്തുണ്ടെങ്കിലും കരയുന്നു, ഞാനെന്താ അന്നേരം കരയാഞ്ഞെന്ന്. എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് കരച്ചിൽ വന്നില്ല, ഞാൻ കരഞ്ഞത് വീട്ടിലേ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ മായോടും അമ്മച്ചീന്ന് അച്ചാച്ചനോടും ഉപ്പാപ്പനോടും എല്ലാം യാത്ര പറയുവാണ്. അപ്പം ഈ കയ്യിലിരിക്കുന്ന കവറ് ഇങ്ങോട്ടൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് കാണുന്നവർ ഓർക്കും ആ കവറാണെന്നുണ്ടെങ്കിൽ ഞാൻ മലയാളപ്പുഴ ചെന്നപ്പോൾ മറന്നു വെച്ചിട്ട് പോകുന്ന സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ മായിങ്ങി കൊണ്ടുവന്നതായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് ഉപ്പാപ്പൻ കൊണ്ടുവന്ന എന്തൊക്കെയോ പേന ഇടുന്ന എന്തൊക്കെയോ സാധനങ്ങളും ടീഷർട്ടും ഒക്കെ ആയിരുന്നു. അങ്ങനെ അതുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങുവാണ്. അപ്പം മിഴിയും മോനും എല്ലാം കൂടെ നമുക്ക് ടാറ്റ തന്നതാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പം ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായും ടാറ്റയൊക്കെ തന്ന് നമ്മളെ വിട്ടു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. വണ്ടിയൊക്കെ പഴുത്ത് കിടക്കുവാണ്. വണ്ടിക്ക് അകത്തിലോട്ട് കയറിയപ്പോഴത്തേക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഏട്ടനൊരു സോഡ നാരങ്ങ കുടിച്ചിട്ട് പോവാടി, എനിക്ക് വയ്യ, ഭയങ്കര ചൂടാണെന്നും പറഞ്ഞ് വന്നു. പിന്നെ നമ്മൾ എവിടെയോ എത്തിയപ്പോൾ ഒരു വെള്ളം കുടിച്ചു. പക്ഷേ അതൊരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിലെത്തി. വൈകുന്നേരം ആയപ്പോൾ റെഡിയായി. നമ്മൾ അടുത്തടുത്തോട്ട് പോവാണ്. കല്യാണ റിസപ്ഷന് അത് മുണ്ടയ്ക്കലായിരുന്നു. ഒരിടത്ത് പോകാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ വന്ന് ക്ഷീണം കാരണം കിടന്നുപോയി, അതുകൊണ്ട് ഒരിടത്ത് പോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ മുണ്ടയ്ക്ക വന്ന് അപ്പോൾ അമ്മയും ചേച്ചിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ചേച്ചി പിന്നെ തിരിച്ച് ഞാൻ കരുനാഗപ്പള്ളിക്കും പോയിട്ടുണ്ട്. നാളെ ലച്ചുവിന് ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ ദാസേട്ടനും ശ്വേതയും കണ്ണനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാം. എല്ലാവരും വന്നപ്പോൾ പിന്നെ ഇങ്ങനെ പോവാണേ. അപ്പോൾ സുമ ചേച്ചി പറയുന്നത് എൻ്റെ വീഡിയോസ് ഫുൾ ടൈം ചേച്ചി ഇരുന്ന് കാണുമ്പോൾ മോൻ പറയുമെന്ന്, എന്തുവാ അമ്മയ്ക്ക് ഈ പാറു ആൻറ്റിയുടെ വീഡിയോ കാണാനേ സമയമുള്ളൂ, ഫുൾ ടൈം ഇതാണല്ലോ എന്ന് പറഞ്ഞ് വഴക്ക് പറയും, കളിയാക്കും എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ കല്യാണ വീട്ടിലോട്ട് വന്നു. അവിടെ ഫുഡ് അവിടെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അനുമാമിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഫുഡ് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും എന്നെ കണ്ടപ്പോഴത്തേക്ക് നാണം കൊണ്ട് മാറി നിൽക്കുമോ, ഇതെല്ലാം യൂട്യൂബിൽ വരുമെന്ന് അവർക്ക് അറിയാമല്ലോ, എല്ലാവരും അറിഞ്ഞിരിക്കുവാണല്ലോ. അപ്പോൾ അച്ചുവൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്താണ് കേട്ടോ. അവൾ കണ്ടോന്ന് അറിയാൻ വയ്യ. ഇപ്പുറത്തോട്ട് നോക്കിയപ്പോൾ ലക്ഷ്മിയമ്മയൊക്കെ അവിടെ സ്റ്റെപ്പേലിരുന്ന് തന്നെ കഴിക്കുന്നു. ഇവിടെയൊക്കെ പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾക്കൊരു ഫോർമാലിറ്റി ഒന്നുമില്ല, നമ്മൾ ഇഷ്ടമുള്ളിടത്ത് പോയിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരും ഒരുപോലാണല്ലോ ഇവിടെ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പം ഞാൻ പൊറോട്ടയാണ് കഴിച്ചത്. എനിക്ക് റൈസ് വേണ്ടാന്ന് പറഞ്ഞു. ഏട്ടൻ മാത്രമേ ഉള്ളൂ റൈസ് കഴിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക് യു.